തിരിച്ചു കിട്ടാത്ത എൻ്റെ പ്രണയത്തെക്കുറിച്ച് ഞാൻ ഓർക്കുകയായിരുന്നു. അപ്പോഴാണ് തുറന്നു പറയാൻ പറ്റാതെ പോയൊരു കാര്യത്തിന്റെ പേരില്ല പണ്ട് നമ്മൾ തമ്മിലകന്നത്. ഇനി നമുക്കിടയിൽ രഹസ്യങ്ങളൊന്നും പാടില്ല. എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ച് സ്വസ്ഥമായൊരു മനസ്സോടെ വേണം എനിക്ക് നിന്നെ സ്വീകരിക്കാൻ. നിന്റെ കത്ത് തിരിച്ചെടുക്കാൻ പോയ ആ നശിച്ച രാത്രിയില് പോലീസ് ക്ലോറോഫോം വെച്ചൊന്ന് മയക്കി കിടത്തണമെന്നേ വിചാരിച്ചിരുന്നുള്ളൂ. വൈകുന്നേരം നടന്ന അടിയുടെ പ്രതികാരത്തിന് സതീശനയച്ച ഗുണ്ടകളാരോ ജനറേറ്റർ റൂമിൽ പതുങ്ങിയിരിക്കുകയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പിറ്റേന്ന് രാവിലെയാണ് അത് മുരളിയായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞത്. നിനക്കിനി എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. എന്നെ വെറുക്കാം, വെച്ച് നീട്ടിയ ജീവിതം തിരിച്ചെടുക്കാം, എല്ലാവരെയും ഇതറിയിക്കാം. പ്രണയം വീണ്ടും കിട്ടിയതിന്റെ ആവശ്യത്തിൽ താരയ്ക്ക് അവനോട് ക്ഷമിക്കാൻ പറ്റി. അവൻ കാരണം നഷ്ടപ്പെട്ടത് മുഴുവൻ എനിക്കാ. എന്റെ മുരളി, എന്റെ സ്വപ്നങ്ങൾ, ഭ്രാന്താശുപത്രിയിൽ എനിക്ക് നഷ്ടപ്പെട്ട ദിവസങ്ങൾ, എന്റെ ഉപ്പ, എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ അനുഭവിക്കുന്ന ഭയാനകമായ ഏകാന്തത, ഇനിയും എന്നെ കാത്തിരിക്കുന്ന ഭ്രാന്ത് പിടിപ്പിക്കുന്ന വർഷങ്ങൾ, എല്ലാവരും കാരണം അതിനുള്ള ശിക്ഷ അവൻ അനുഭവിക്കണം. ഞാൻ തീരുമാനിച്ചു. ഇതാര്? പെൻഗുനാ? എന്താ ഈ നേരത്ത്? വാ, സംസാരിക്കാൻ ഒരു കമ്പനി ഇല്ലാതിരിക്കുമായിരുന്നു. എന്തു പറ്റി? മുരളിയെ നീ കൊന്നതല്ലേ? റസിയ, ഞാൻ ആ പാവത്തിനെ നീ കൊന്നു അല്ലേ? ഞാൻ റസിയ, എനിക്ക് ആളറിയാതെ ഒരു കയ്യബദ്ധം പറ്റിപ്പോയി. നിനക്കറിഞ്ഞൂടെ മുരളി, അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? ബെസ്റ്റ് ഫ്രണ്ട്? നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? അവൻ എന്റെ ആരായിരുന്നു എന്നറിയോ? ഞാൻ അവന്റെ ആരായിരുന്നു എന്നറിയോ? നീ കൊന്നത് മുരളിയല്ല, എന്നെയാ. നീ ഇല്ലാണ്ടാക്കിയത് ഞങ്ങളുടെ സ്വപ്നങ്ങളാ, ഞങ്ങളുടെ ജീവിതം. നിങ്ങൾ തമ്മിൽ റസിയ, കഴിഞ്ഞ വർഷങ്ങൾക്കിടയിൽ ഒരു ദിവസം പോലും ഞാൻ മനസ്സമാനായിട്ട് ജീവിച്ചിട്ടില്ല. ഒന്ന് മനസ്സ് തുറന്ന് ചിരിച്ചിട്ടില്ല. തെറ്റുപറ്റിപ്പോയി. ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്ത് പരിഹാരമാണ് ഞാൻ ചെയ്യേണ്ടത്? മുരളിയത്ത, എനിക്കെന്റെ മുരളിയത്ത.
മരിച്ചുപോയ എന്റെ ഉപ്പായതാ. നിനക്ക് തരാൻ പറ്റില്ല. നിനക്കൊന്നും തരാൻ പറ്റില്ല. മുരളിയെ തരാൻ പറ്റില്ല. എന്റെ ഉപ്പായി തരാൻ പറ്റില്ല. തിരിച്ചു തരാൻ പറ്റില്ല. ഞാനത് ചെയ്തത്. സാർ പയസാണ്. സുഖുവിന് ബോധം തെളിഞ്ഞു. സർ റസിയാണ് ഇത് ചെയ്തത്. ഒരു കാരണവശാലും സുഖമുള്ള പേര് പറയാൻ പാടില്ല. ഇനി ഒരു ദുരന്തം കൂടെ താങ്ങാൻ ആ കുട്ടിക്ക് കഴിയില്ല. സർ മൊഴിയെടുക്കാൻ പോലീസുകാർ വന്നിട്ടുണ്ട്. ഓ മൈ ഗോഡ്, അവൻ അവളുടെ പേര് പറയും. അത് തടഞ്ഞേ പറ്റൂ. സർ സംസാരിക്കാമല്ലോ അല്ലേ? അന്ന് എന്താ സംഭവിച്ചത്? ശടയനാവട്ടെ, പോയിട്ട് വേറെ പണിയുള്ളതാ. ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചതാണ്. ഊഹാഭോഗങ്ങളൊക്കെ വെറുതെ ആയിരുന്നെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഒരുത്തൻ സ്വയം കെട്ടി തൂങ്ങിയാലും അതിന്റെ പിന്നിൽ ദുരൂഹത ഉണ്ടെന്ന് പറഞ്ഞ് പോലീസിനെ മെനക്കെടുത്താൻ ഇറങ്ങിക്കോളും. ഇത് മലയാളികളുടെ മുഴുവൻ കുഴപ്പമാ. വാടോ. സാറിനോട് പൊറുക്കണം. മുരളി മരിച്ചത് ഞാൻ കാരണമാണ്. റസിയ എന്നോടെല്ലാം പറഞ്ഞു. തെറ്റുപറ്റിയെന്ന് പറഞ്ഞപ്പോ ഓടി വന്ന് സാറിന്റെയും ടീച്ചറിനെയും കാലി വീണ് എല്ലാം ഏറ്റുപറയണമെന്ന് വിചാരിച്ചതാ. ധൈര്യമില്ലായിരുന്നു. ഇപ്പൊ റസിയയുടെ കഥ കൂടി അറിഞ്ഞപ്പോ ഞാൻ കാരണം എത്ര ജീവിതങ്ങളാ. എനിക്ക് രക്ഷപ്പെടണ്ട സാർ. സാറിന്റെയും ടീച്ചറിന്റെയും റസിയയുടെയും ശാപവും ചുമന്ന് എനിക്കിനി ജീവിക്കണ്ട. എന്നെ കൊന്നു കളഞ്ഞേക്ക് സാർ. നിന്നെ കൊന്നാൽ ഞങ്ങൾക്ക് മുരളിയെ തിരിച്ചു കിട്ടുമോ? തിരിച്ചു കിട്ടുമോന്ന് സാർ. കഴിഞ്ഞ 15 വർഷം ഞാനും ലക്ഷ്മി ഒഴിക്കെ കണ്ണീരില്ലാണ്ടാവോ? എന്റെ മകനെ സ്നേഹിച്ചു പോയതിന്റെ പേരിൽ റസിയയ്ക്ക് നഷ്ടപ്പെട്ടു പോയ ജീവിതം തിരിച്ചു കിട്ടുമോ? ഒരു തെറ്റ് മറ്റൊരു തെറ്റുകൊണ്ട് തിരുത്താൻ പറ്റില്ല. നിന്നെ മുരളിയും എനിക്കറിയാം. അറിഞ്ഞുകൊണ്ട് നീ അത് ചെയ്യില്ലെന്ന് എനിക്കറിയാം. നിന്റെ ജീവൻ എടുക്കാൻ ശ്രമിച്ച റസിയയ്ക്ക് നീ മാപ്പ് കൊടുത്തില്ലേ? വർഷങ്ങൾക്ക് മുമ്പ് പറ്റിയൊരു കയ്യബദ്ധത്തിന് ഇപ്പോ നിനക്ക് മാപ്പ് തരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ നിന്റെ അധ്യാപകനാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇത്രയും കാലത്തെ ജീവിത പരിചയം കൊണ്ട് എന്താ കാര്യം? നഷ്ടപ്പെടേണ്ടത് നഷ്ടപ്പെട്ടു. കടവുള് മുരളിക്ക് അവളെ ആയുസ് കൊടുത്തെടുക്ക. അവളെ ആയുസ് കൊടുത്തെടുക്ക.
എനിക്ക് നിന്റെ മുരളിയെ തിരിച്ചറിയാൻ പറ്റില്ല, നിന്റെ ഉപ്പയെ തിരിച്ചറിയാൻ പറ്റില്ല, നഷ്ടപ്പെട്ടു പോയി നിന്റെ ജീവിതം തിരിച്ചറിയാൻ പറ്റില്ല. എന്റെ കയ്യിലാകെ തരാനുള്ളത് നീ എടുക്കാൻ ശ്രമിച്ച ജീവൻ മാത്രമാണ്. അത് ഞാൻ നിന്റെ കാൽക്കൽ വെക്കുക. ഇവിടെ മുരളിയുടെ പെണ്ണ. വയസ്സുകാലത്ത് ഞങ്ങൾക്ക് ആരുമില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാ ഇങ്ങനൊരു മോളുണ്ടെന്ന് അറിഞ്ഞത്. ഇവളെ ഞങ്ങൾ എടുക്കുക. ഇത്രയും നാള് മുരളിയെ കുറിച്ച് ഓർത്ത് വേദനിക്കുകയല്ലാതെ അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടെന്ന് അറിയില്ലായിരുന്നു. ഇവൾക്കിപ്പോ നിന്നോട് വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ല. പണ്ട് നിന്നോട് ചെയ്ത തെറ്റുകൾ തുറന്നു പറഞ്ഞ് മാപ്പ് ചോദിക്കാനാണ് ഞാൻ വന്നത്. ഇപ്പൊ തോന്നുന്നു വെറുതെ ഒരു ഏറ്റുപറച്ചിൽ കൊണ്ട് തീർക്കേണ്ട കാര്യമല്ല. വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുമ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യണമെന്ന് മുരളി പറഞ്ഞിട്ടില്ലേ? റസിയുടെ കാര്യം ഞങ്ങൾക്ക് വിട്ടു തന്നേക്കാം. ഞങ്ങളൊക്കെ അയ്യർ സാറിന് കൂടെയുണ്ട്. സുഖു, ഈശ്വരൻ തിരിച്ചു തന്നതിന്റെ ജീവൻ ഇനി നിനക്കു മാത്രം അവകാശപ്പെട്ടതല്ല, അതിന്റെ അവകാശി ഇവിടെയുണ്ട്. മുംബൈ ചെന്ന് അവിടെയുള്ളതെല്ലാം ഡിസ്പോസ് ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരും. ഉണ്ടക്കണ്ണിയും പൊടിമീശക്കാരനും സ്വപ്നം കണ്ട ആ ജീവിതം വീണ്ടും ആരംഭിക്കാൻ. സുഖു, 12:30 ഫ്ലൈറ്റ്. ഇറങ്ങണം. ഞങ്ങൾ ഉടനെ ഇറങ്ങും. എല്ലാരും പോകുന്നതൊക്കെ കൊള്ളാം. പോകുന്ന പോക്കിൽ പണ്ടത്തെ പോലെ എന്റെ കിടക്കയൊന്നും അടിച്ചോണ്ട് പൊക്കളയരുത്. 2 ആഴ്ച ഞാൻ ഉറങ്ങിയിട്ടില്ലെന്ന്. അതെ, ഇത്തവണ അച്ഛൻ പേടിക്കണ്ട. ഒരുത്തനും കിടക്കെടുത്തോണ്ട് പോകാതിരിക്കാനായി ഞാൻ അതിലത്രയും നായ്ക്രൂണ പൊടി രാവേ അതിൽ കിടക്കുന്ന എന്റെ ദേഹത്തിന്റെ ചൊറിച്ചിലിനാര് സമാധാനം പറയും. എന്റെ കർത്താവ് 2 ആഴ്ചയല്ല 2 മാസത്തെ ഉറക്കം പോയി. ഈ നായ്ക്കരണ അയ്യോ അച്ഛൻ ചതിക്കല്ലേ. ഈ ക്ലാസ്മേറ്റ്സ് ഇനിയും കൂടുന്നുണ്ട്. അച്ഛന്റെ നായ്ക്കരണ പൊടിയുടെ കഥ ഞങ്ങൾ അന്ന് കേട്ടോളാം. All the best.